പ്രിയപ്പെട്ടവരെ, എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാവരും ഇവിടെ കൂടിയതിൻ്റെ ഉദ്ദേശങ്ങളും എല്ലാത്തിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ 34ാമത് സംസ്ഥാന സമ്മേളനമാണ് യുക്തിവാദ സംഘത്തിൻ്റെ. ഇവിടെ എല്ലാ അത്ഭുതമായിട്ടുള്ള കർത്തവ്യം HOMൻ്റെ പ്രതിനിധി എന്ന നിലയിൽ 2 വാക്ക് സംസാരിക്കാനാണ്. നമ്മുടെ ഈ വർഷത്തെ മുദ്രാവാക്യം തന്നെ വിദ്യാഭ്യാസത്തെ മതവിമുക്തമാക്കുക എന്നുള്ളതാണ്. അതായത് ഈ വർഷത്തെ നമ്മുടെ സംസ്ഥാന സമ്മേളനം കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് യുവതലമുറയ്ക്കാണ്, ഈ പുതിയ വിദ്യാഭ്യാസത്തിനാണ്. പക്ഷേ ഈ ശാസ്ത്രം അതിൻ്റെ ജൈത്രയാത്ര തുടരുമ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ നമ്മുടെ ലോകം ഭരിക്കുമ്പോൾ ഇപ്പോഴും യുവതലമുറ അവരുടെ ചിന്താഗതികളിൽ ചില നിലപാടുകൾ കാണിക്കുന്ന വൈരുദ്ധ്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങളിൽ, വിശ്വാസങ്ങളിൽ. ഇന്നത്തെ കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വേഷത്തിൽ, ആഹാരത്തിൽ, ടെക്നോളജിയിൽ എല്ലാവരും പുതുമ കണ്ടെത്തുന്നവരാണ്. പഴയ ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ പറയുന്ന ആ ജനറേഷൻ ഗ്യാപ്പ്, അവർക്കിത് പഴഞ്ചൻ ചിന്താഗതികളാണ്. അമ്മ ചുരിദാറിന് മുകളിൽ ഷോളിട് എന്നൊക്കെ പറയുന്ന അവർക്കൊരു പഴഞ്ചൻ ചിന്താഗതികളാണെങ്കിൽ, അവരിന്ന് വസ്ത്രധാരണത്തിൽ, അവരുടെ കരിയർ തിരഞ്ഞെടുക്കുന്നതെല്ലാം, അവരുടെ വ്യക്തിത്വം വ്യക്തമായി മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയുമ്പോഴും മതപരമായ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇവർ ഇതേ പഴഞ്ചൻ ആശയങ്ങൾ പിന്തുടരുന്നു? ഇപ്പോൾ വീട്ടിൽ മീൻകറി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മീൻകറി വേണ്ട, എനിക്ക് പിസ്സ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന കുട്ടി വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ, ജോത്സ്യൻ്റെ അടുത്ത് പോകാൻ, മന്ത്രവാദിയുടെ അടുത്ത് പോയി കൈ നീട്ടി ചരടിന് കൈ നീട്ടാൻ യാതൊരു മടിയും കാണിക്കുന്നില്ലെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കാം ഇവർ ഈ അടിമത്തം സൂക്ഷിക്കുന്നത്? ഈ ഒരു വിധേയത്വം, മതത്തോട് കാണിക്കുന്ന വിധേയത്വം വളരെ അത്ഭുതജനകമാണ്. എന്തുകൊണ്ടാണ്? സ്ഥിരമായി കേൾക്കുന്ന പല്ലവികൾ പറയാം, ഞാനൊരു ഔട്ട്സൈഡർ ആയി പോകുമോ? മറ്റുള്ളവർ മുമ്പിൽ ഞാൻ യുക്തിചിന്ത പറഞ്ഞാൽ, ഞാൻ ശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോയി യുക്തിപരമായ കാര്യങ്ങളിൽ മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാനൊരു ഔട്ട്സൈഡർ ആയി പോകുന്ന ഒരു അപകർഷതാബോധം. ഇത് നമ്മൾ സ്ഥിരമായി പറയുന്നൊരു മറുപടിയാണ്. പക്ഷെ അത് മാത്രമല്ല, ഇന്ന് വർഗീയ ശക്തികൾക്ക് മതത്തെ ഒരു ഗ്ലാമറസ് പാക്കേജായി കുട്ടികൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ട്രെൻഡിങ് ആയിട്ടുള്ള വസ്ത്രധാരണം, DJ മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ആചാരങ്ങൾ നടത്തുന്നത്. ഇപ്പം നമുക്ക് സ്ഥിരമായി കാണുന്ന, ഇപ്പോൾ ക്രിസ്മസിന് കണ്ടതാണ്, DJ കളിച്ച് വരുന്ന സാന്റാക്ലോസ് ആയിരുന്നു, ഡിസ്കോ കളിച്ച് വരുന്ന കൃഷ്ണനെ നമ്മൾ കണ്ടു, 6 പാക്കോടുകൂടിയ മാവേലിയെ കണ്ടു. ഇവരെല്ലാം കുട്ടികളെ ആകർഷിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ്. അതായത് സ്വാഭാവികമായിട്ടും നമുക്ക് യുക്തിചിന്ത അല്ലെങ്കിൽ ശാസ്ത്രബോധം ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേന് ഇത് വളരെ ഡ്രൈ ടോപ്പിക്കായിരിക്കുകയും, ആചാരങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് എൻജോയ് ചെയ്യാനായിട്ടൊരു മേഖലയായിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ചിന്താഗതികളും അല്ലെങ്കിൽ ഇവരുടെ ആശയങ്ങളും ഒക്കെ അതിനോട് യോജിച്ച് നിൽക്കും. ഈ ചെറിയ കുട്ടികൾ കൃഷ്ണനായി വേഷം കെട്ടി പോകുന്നത് അവർ കൃഷ്ണൻ എന്താണെന്ന് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് എന്തോ വലിയ മഹത്വം കണ്ടതുകൊണ്ടോ ഒന്നും അല്ല. ഈ പറഞ്ഞത് പോലെ വളരെ നല്ല വസ്ത്രങ്ങൾ ധരിക്കാം, ആഭരണങ്ങൾ ധരിക്കാം, പറഞ്ഞ കുട്ടികളുടെ കൂട്ടത്തിൽ അവരുടെ ഒപ്പം ചേർന്ന് കളിച്ചു പോകാം, ഡാൻസ് കളിക്കാം. ഇതെല്ലാം ആഗ്രഹിച്ചാണ് കുഞ്ഞുങ്ങൾ അവരുടെ പുറകെ പോകുന്നത്. ഇത് കുട്ടികളുടെ കാര്യം. ഇനി മുതിർന്നവരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അവരാഗ്രഹിക്കുന്നത് ഒരു ഷോർട്ട് കട്ടിലൂടെ അവർക്ക് ലാഭം നേടുക. ഇപ്പോൾ പരീക്ഷയിൽ വിജയം നേടാനായിട്ട് പഠിക്കണ്ട, ചരട് കെട്ടി ജപിച്ചാൽ മതിയെങ്കിൽ അതല്ലേ എളുപ്പം, ഉറക്കളച്ച് പഠിക്കണ്ടല്ലോ. ഇതൊക്കെയാണ് അവരുടെ ചിന്താഗതികൾ. പക്ഷേ ഇവരിതേ യുക്തിചിന്ത ഉപയോഗിക്കുന്നുണ്ട്. എവിടെ? സയൻസ് ലാബിൽ കയറിയിട്ട് H2O അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് കഴിയുമ്പോഴത്തേന് വെള്ളം ഉണ്ടാവുമെന്ന് ഇവർക്കറിയാം. പക്ഷെ അവരവിടെ ദൈവമേ 2 തുള്ളി വെള്ളം കനിഞ്ഞ് ഈ ടെക്സ്റ്റ് ട്യൂബിൽ തരണേന്ന് അവർ പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ ആ യുക്തിചിന്ത എന്തുകൊണ്ട് ലാബിന് പുറത്ത് ഇവർ ഉപയോഗിക്കുന്നില്ല? പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേന് മുതൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് ഹാളിൽ പോയിരുന്ന് കഴിയുമ്പോഴത്തേന് ഇവർ ലാബിൽ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് രാവിലെ പൂജിച്ച പേനയുമായി പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ പരാജയമായിട്ട് തന്നെ കണ്ടാൽ മതി. അതിനെ മറ്റൊരു ഇവരുടെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഇവർക്ക് മതത്തിലേക്ക് പോകാനുള്ള ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബിസിനസ്സിലായാൽ, വിവാഹത്തിലായാൽ, രാഷ്ട്രീയത്തിലായാൽ ഇവർക്കൊരു നേട്ടം ലഭിക്കും എന്നിവർ കരുതുന്നുണ്ട് മതപരമായ ആശയങ്ങളോട് ചേർന്ന് നിന്നാൽ. ഇപ്പം മതത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴത്തേന് വിവാഹം എന്ന് പറയുന്നത് ഇപ്പം പണ്ടൊക്കെയാണ് 1 ദിവസത്തെ ചടങ്ങ്, ഇപ്പോൾ 7 ദിവസത്തോളം നടക്കുന്നൊരു ചടങ്ങായിട്ട് അവർക്ക് ആഘോഷിക്കാനൊരു അവസരമാണ്. ഇപ്പം സ്ത്രീധനം വാങ്ങാൻ പറ്റും.
ഇപ്പൊ ബിസിനസ്സിലാണെങ്കിലും നേട്ടം കൊയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറച്ച് മന്ത്രവാദികളുടെ കൂട്ടത്തിലോ ഇല്ല അങ്ങനെയുള്ളവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ കിട്ടുമോ, എന്തൊക്കെയോ നേട്ടങ്ങൾ ലഭിക്കുമെന്ന് അവർക്ക് ചിന്താഗതിയുണ്ട്. നേരത്തെ പറഞ്ഞു ഇപ്പൊ രാഷ്ട്രീയത്തിൽ സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ വിധിയെ നമുക്ക് ഇവിടെ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനോടൊരു ഭയമാണ്. കാരണം വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഇതെല്ലാം കുട്ടികളെ ഇല്ല യുവതലമുറയെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത്? നമ്മളിപ്പോൾ ഈ ഗൂഗിൾ ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ അതേ ചിന്താഗതി അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ ഇതൊരു അത്ഭുതമാണെന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ സെർച്ച് എഞ്ചിൻ നമ്മുടെ ബ്രെയിനിലിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. എവിടെയെങ്കിലും യുക്തിയുടെ ഒരു സിഗ്നൽ കിട്ടും. ഇത് അത്ഭുതമല്ല. പറഞ്ഞത് സോഡിയവും വെള്ളവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തീ ഉണ്ടാകും. അത് മന്ത്രവാദി ജപിച്ച വെള്ളം ഒഴിച്ചിട്ടല്ല എന്ന് തിരിച്ചറിയാൻ നമുക്കിപ്പോഴും സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ പോരായ്മയാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസം മതവിമുക്തമാക്കണമെന്ന് പറയുന്നത്. ഇനി മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ മതത്തിൻ്റെ പുറകെ പോകുന്നത് എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ, നിങ്ങൾ എടുക്കുന്ന കരിയർ, അതിപ്പോൾ മുമ്പാണ് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് നിങ്ങളെ ശാഠ്യം പിടിച്ചൊരിടത്തേക്ക് കടത്തിവിടുന്നത്. ഇപ്പം അതല്ല, നിങ്ങൾ തീരുമാനിക്കുന്ന കരിയർ നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പഴഞ്ചൻ രീതികളോട് ഈ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ കിടക്കുന്നതാണ് നമ്മുടെ വിശ്വാസങ്ങൾ, അതിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു പോകുന്നത്? നമ്മുടെ IT പാർക്കുകളിലൊക്കെ മന്ത്രവാദം നടക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് നമ്മൾ തന്നെ ആലോചിക്കണം. ഇനി ഏറ്റവും ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിയിട്ടും പല കുട്ടികളും ഇപ്പോൾ 10ാം ക്ലാസ് പോലും ജയിക്കാത്ത മന്ത്രവാദിയുടെയും ഈ ജ്യോത്സ്യൻ്റെയൊക്കെ അടുത്തേക്ക് പോകുമ്പോൾ ഇവർ എന്തുകൊണ്ടാണ് അവർക്ക് അടിമപ്പെട്ട് നിൽക്കുന്നത്? കാരണം എന്തോ അടിമത്തം, അതായത് മതത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ യുക്തിപരമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനായിട്ട് യുക്തിയോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രം അതിനെ ഫേസ് ചെയ്യാൻ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അങ്ങനെ ഒരു കഷ്ടപ്പാട്. അതിന് പകരം ഒരു ദൈവത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ മുകളിലോ കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേന്, അതായത് അവരെന്തെങ്കിലും സൊല്യൂഷൻ തരുമെന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചാൽ നമ്മൾ ഒരു മടിയനായി തീരുകയാണ്. അതായത് ചിന്തിക്കേണ്ട, അത് അവരുടെ മടിയാണ്, അത് ആദരവല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ അജ്ഞതയെ മാറ്റി അതിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന, അറിവിൻ്റെ വെളിച്ചം കൊണ്ടുവരുന്ന കാര്യമാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ വിദ്യാഭ്യാസം, വളരെ മികച്ച വിദ്യാഭ്യാസം നേടി IPS IAS പോലുള്ള പദവിയിലിരിക്കുന്നവർ വരെ ഇപ്പോഴും നമ്മുടെ പല ഇത് നമ്മൾ കണ്ടതാണ്. മന്ത്രവാദത്തിലൂടെ അല്ലെങ്കിൽ പ്രേതം വന്നിട്ട് കേസ് തെളിയിക്കുക, ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേന് അത് അവരുടെ നാണയില്ലായ്മയാണോ, അവരുടെ വിവരമില്ലായ്മയാണോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്ന യുവതലമുറ സത്യം പറഞ്ഞാൽ അവർ അവിടെ ചിന്തിക്കുന്നില്ല. യുക്തിചിന്ത എന്ന് പറയുന്ന സാധനം ഈ കയ്യിൽ iPhone പിടിച്ചിട്ട് അതിൽ ചരടും ചുറ്റി നടക്കുന്നവരോട് നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. അതായത് അവരുടെ ടെക്നോളജീസ്, ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ എല്ലാ പുതിയ ടെക്നോളജീസും നിങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അതേ ടെക്നോളജീസ് അല്ലെങ്കിൽ അതേ യുക്തിചിന്ത നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും സ്വീകരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യസന്ധമായി ചിന്തിക്കാനായിട്ട് ധൈര്യമുള്ളൊരു തലമുറയാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വസിക്കുന്ന കുട്ടികളെയല്ല അന്വേഷിക്കുന്ന കുട്ടികളെയാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.